നിൻ്റെ ജീവിതത്തിൽ നീ ഒരാളെ ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിൻ്റെ ഹൃദയം പറിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നീ ഇഷ്ടപ്പെടേണ്ടത് നിൻ്റെ ഉമ്മയെയാണ്. നീ ഒരാളോട് കൂട്ടുകൂടാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിൻ്റെ ജീവൻ്റെ തുല്യമായിട്ട് ഒരു സൗഹൃദം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും നീ സൗഹൃദം സ്ഥാപിക്കേണ്ടത്, കൂട്ടുകൂടേണ്ടത് നിൻ്റെ ഉമ്മയോടെയാണ്. ഇനി ഒരു ഡോക്ടറെ സമീപിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അതിനെ തരണം ചെയ്യാൻ പറ്റിയ ഒരാളെയാണ്, ഒരു വൈദ്യനെയാണ് നിനക്ക് ആഗ്രഹമെങ്കിൽ അതും നീ കാണേണ്ടത് നിൻ്റെ ഉമ്മയോടാണ്. കാരണം എന്താണെന്നറിയോ? ഏറ്റവും നല്ല കൂട്ടുകാരൻ നിൻ്റെ ഉമ്മ, ഏറ്റവും നല്ല ഇഷ്ടക്കനി നിൻ്റെ ഉമ്മ, ഏറ്റവും നല്ല ഡോക്ടർ നിൻ്റെ ഉമ്മ. അതാവാനുള്ള കാരണം, ഒരിക്കലും നീ ഉമ്മയെ ഇഷ്ടം വെച്ചാൽ ആ ഉമ്മ ചതിക്കൂല, ഒരിക്കലും നിന്നെ വഞ്ചനയിലേക്ക് തള്ളിവിടൂല. എല്ലാം വാങ്ങി വെച്ചതിൻ്റെ ശേഷം ഒരു നാൾ നിന്നോട് ബന്ധം മുറിക്കുന്ന ആ ഒരു സ്നേഹ സൗഹൃദം ഉമ്മക്കറിയൂല. രണ്ടാമത്തത്, ഏറ്റവും നല്ല കൂട്ടുകാരൻ അത് നീ ഉമ്മയെ തിരഞ്ഞെടുക്കണം. കാരണം ഉമ്മ അത് നിൻ്റെ ശരീരം നീ സ്നേഹിക്കുന്നതിനേക്കാളും നിന്നെ സ്നേഹിക്കും. സ്വന്തം ശരീരത്തിനെ നമ്മൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടോ അതിനേക്കാളും 10 ഇരട്ടിയോ 15 ഇരട്ടിയോ എന്നല്ല, അതിനേക്കാളും എത്രയോ 10 മടങ്ങ് നമ്മുടെ ഉമ്മ നമ്മളെ സ്നേഹിക്കും. അപ്പോൾ നീ ഒരാളോട് ഇഷ്ടം വെക്കുകയാണെങ്കിൽ അത് നിൻ്റെ ഉമ്മയോടായിരിക്കും. നീ ഒരുത്തനെ കൂട്ടുകാരനാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതും നിൻ്റെ ഉമ്മയോടായിരിക്കണം. നിനക്കെന്തെങ്കിലും ഡോക്ടറെ കാണേണ്ട വിഷയം ഉണ്ടെങ്കിൽ അതും നിൻ്റെ ഉമ്മയായിരിക്കണം ആ ഡോക്ടർ. കാരണം ഉമ്മ ശരീരത്തിൻ്റെ ചികിത്സയല്ല, മനസ്സിൻ്റെ ചികിത്സയാണ് ഉമ്മ നടക്കുക. ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങളാണ് ഉമ്മ കാരണം പരിഹരിക്കുക. അതുകൊണ്ട് നമ്മുടെ എല്ലാ ആലംബവും എല്ലാ പ്രശ്നങ്ങളുടെയും അവസാനം ചെന്നുകൂടുന്ന സ്ഥലം അത് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയായിരിക്കണം. ഉമ്മയാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.